സാർ ഏത് സ്റ്റേഷനിലെയാ? കോട്ടയം ഈസ്റ്റ്. ആണോ സാറ്? തൊട്ട് മുമ്പ് വരുമ്പോ ബൈക്കിൽ വന്നപ്പോ ഹെൽമെറ്റ് ഇല്ലായിരുന്നല്ലോ. ഹെൽമെറ്റ് വെക്കാതെ ഞാൻ വണ്ടി ഓടിക്കാറില്ല. അല്ല, കാരണം ഹെൽമെറ്റ് വലിച്ചില്ല അത് ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഒരാളെ പിടിക്കണമെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് വെച്ചാലേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, സാറ് വെച്ചായിരുന്നു, കൂടെ വന്ന് ഇവര് വെച്ചിട്ടില്ലായിരുന്നു. അവർ അത്യാവശ്യ സന്ദർഭത്തിൽ സംഭവിച്ചതാണ് അത്. നമ്മൾ അയ്യോ, ഫുഡ് കഴിക്കുമ്പോൾ എടുക്കാൻ മറന്നതല്ല. ഉണ്ട്, ചങ്ങലൊക്കെ ഒരുപാടുണ്ട്. ഹലോ മച്ചാമാരെ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞതാ. ഇവിടെ ഇപ്പം സമയം 6:30. അപ്പം ഞാൻ 5:45 എണീറ്റ് നമ്മുടെ അറിയാലോ ഇന്നലെ ഷൂട്ടിൻ്റെ കാര്യം പറഞ്ഞത്, ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കാം. താഴെ വണ്ടി ഒന്ന് വെയിറ്റിംഗ് ആണ്. നമുക്ക് പോയിട്ട് കൊടുക്കാം. ഞാൻ റൂം വെക്കേറ്റ് ചെയ്യാൻ കേട്ടോ, കാരണം ഷൂട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ട്രെയിനിൻ്റെ സമയമാകുമ്പോഴേ ഷൂട്ട് കഴിയും. അവിടെ നിന്ന് തന്നെ പോകാനുള്ള പ്ലാനാണ്. നാളെ തങ്ങളുടെ എൻഗേജ്മെൻറ്റ് പരിപാടിയുണ്ട്, അപ്പോൾ അതിന് നിർബന്ധമായിട്ട് എത്തണം എന്നുള്ളതാണ് എൻ്റെ മൈൻഡ്. ഓക്കെ, ഇതാണ് നമുക്ക് വന്ന വണ്ടി. തിരുവല്ലയിൽ ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മുടെ റൂം. ഒരാൾ താമസമില്ലാത്ത സ്ഥലമല്ലേ. ആ, ഇതൊക്കെ ഷൂട്ടുള്ള ദിവസം മാത്രം സത്യം പറഞ്ഞാൽ ഇത്രയും വെളുപ്പം കാലൊക്കെ ഞാൻ കാണുന്നത്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്തെന്ന് വെച്ചാൽ ഈ വണ്ടി ഓടിക്കുന്ന രാജേഷേട്ടന് ലൊക്കേഷൻ എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഞങ്ങളോട് ചോദിക്കുകയാണ് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാമെന്ന്. ആ ഒരു രാജേഷേട്ടനെയും കൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര തുടരുന്നത് കേട്ടാ. വഴി അറിയില്ലേ? ചോദിച്ചു പോവാ. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാജേഷേട്ട കോഴിക്കോടുകാരനാണ്. പുള്ളിക്കാരനെ ഞാൻ ഈ സെറ്റിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം എന്താ അറിയോ, എനിക്ക് ഈ വർക്കുമായിട്ട് എനിക്ക് എന്നെ അല്ലാതെ വേറെ ആരെയും പരിചയമില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. എല്ലാവരെയും ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ ഡയറക്ടറിനാണെങ്കിലും ഈ രാജേഷേട്ടനാണെങ്കിലും. പക്ഷേ രാജേഷേട്ടൻ കോഴിക്കോട് എന്ന് പറയുമ്പോൾ മലബാറാണല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് എനിക്ക് ഫസ്റ്റ് വന്നത്. സത്യമായിട്ടും നമ്മളൊരു പുതിയ വർക്കിന് ചെല്ലുമ്പോൾ നമുക്ക് മലബാറിലൊരു വ്യക്തിയെ കാണുമ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ രാജേഷേട്ടൻ ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. അതിനുശേഷം സീരിയസ്ലി രാജേഷേട്ടനാണ് ഇതിൻ്റെ ആർട്ട് വർക്ക് മൊത്തം ചെയ്തത്. മേക്കപ്പ് മൊമെന്റ് നമ്മുടെ ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാ. നല്ല അടിപൊളി ഗ്രൗണ്ടിലാണ് മേക്കപ്പ് ചെയ്യുന്നത്. നമുക്കിവിടെ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. ബിൻചേട്ടൻ്റെ മേക്കപ്പ് ആയിരുന്നു കേട്ടോ നമുക്കുണ്ട്. ബിൻചേട്ടൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് വർക്കുകളിൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും പുള്ളിയോട് ഭയങ്കര ഒരു ഇമ്പ്രസ്സായി. കാരണം പുള്ളി ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത് എവരി സിറ്റുവേഷൻസ്. അതുപോലെ നമ്മുടെ ഡയറക്ടർ ആവട്ടെ, അതിൻ്റെ ഏത് വർക്കിൻ്റെ പരമായിട്ടുള്ളവരാകട്ടെ നമ്മളോട് നല്ല രീതിയിൽ മാന്യമായ ഒരു റെസ്പെക്റ്റോട് കൂടിയാണ് പെരുമാറിയതും. ആ സെറ്റ് ഭയങ്കര ഒരു സന്തോഷകരമായ ഒരു സിറ്റുവേഷനും കൂടിയായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ എവറി സിറ്റുവേഷൻസ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീരിയൽ പോലെയല്ല, നമ്മൾ കാണാതെ പഠിച്ചിട്ടുള്ള ഡയലോഗ് പറയണം എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് അത് ഓക്കെ ആയിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ പ്രൊമറ്റിങ്ങിനേക്കാളും ബെസ്റ്റായിട്ട് തോന്നുന്നത് ഈ സിനിമ പോലെ കാണാതെ പഠിച്ച് പറയുന്നതിന് കുറച്ചുകൂടി ബെറ്റർ ആണെന്നാണ്. ആ ഒരു ബെറ്റർ ഓപ്ഷൻ എനിക്കുണ്ടായതാണ് എന്ന് തോന്നുന്നു. ആദ്യത്തെ ഷോട്ട് തുടങ്ങുന്ന ഒരു തട്ടുകടയിലാണ് കേട്ടോ. കാരണം ഞാൻ ആദ്യം ടെൻസ്ഡ് ആയിരുന്നു. കാരണം എൻ്റെ ക്യാരക്ടർ അത്രത്തോളം ഫലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ എനിക്കൊന്ന് ബെറ്റർ ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഫസ്റ്റത്തെ ഷോട്ട് മുതൽ ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എൻ്റെ ക്യാരക്ടർ മാഷാ അല്ലാഹ്, ഡയറക്ടറിൻ്റെ അഭിപ്രായത്തോടു കൂടി ആദ്യത്തെ സീന് ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു എന്ന് ഒരാശംസയോടുകൂടി പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സീനിലേക്ക് പോയി കോസ്റ്റ്യൂം ചേഞ്ചോടുകൂടി. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷം ഞാൻ കേട്ടോ. കാരണം ഞാൻ ആ പുള്ളി ആഗ്രഹിക്കുന്ന ക്യാരക്ടറിന് ആപ്റ്റഡ് ആണോ എന്നുള്ളതൊരു പേടിയുണ്ടായിരുന്നു. പിന്നീട് പുള്ളി തന്നെ പറഞ്ഞു, അയ്യോ നിങ്ങൾ ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു കേട്ടോ, നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലാണ് ചെയ്തതെന്ന് എന്ന് പറയുന്ന കേട്ടപ്പോഴാണ് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു
വർക്കിൽ റിലാക്സ് ആയത്. അതൊരു ടെൻഷനായിരുന്നു. കാരണം ഡയറക്ടർ എന്താണോ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കറിയില്ലല്ലോ. സാർ ഏത് സ്റ്റേഷനിലെയാ? കോട്ടയം ഈസ്റ്റ്. ആണോ? സാറ് തൊട്ടുമുമ്പ് വരുമ്പോൾ ബൈക്കിൽ വന്നപ്പോൾ ഹെൽമെറ്റ് ഇല്ലായിരുന്നല്ലോ. ഹെൽമെറ്റ് വെക്കാതെ ഞാൻ വണ്ടി ഓടിക്കാറില്ല. കാരണം ഹെൽമെറ്റ് വലിച്ചില്ല അത് ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഒരാളെ പിടിക്കണമെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് വെച്ചല്ലേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, സാറ് വെച്ചായിരുന്നു, കൂടെ വന്ന് ഇവര് വെച്ചിട്ടില്ലായിരുന്നു. അവർ അത്യാവശ്യം നടന്നതിൽ സംഭവിച്ചതാണ്. അത് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്നു. ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എന്താണെന്നറിയോ, എനിക്കിതില്ലേ ബ്ലോഗ് ഇടുമ്പോഴത്തേക്ക് ആദ്യം ഹൈലൈറ്റ് ഇടുമല്ലോ, അതിനിടാൻ പറ്റിയ സാധനമായിട്ടാ. നമുക്കൊരു മാസം സാധനം ഇറക്കണം, നടന്നു വരുന്നൊരു സാധനം. അങ്ങനെ ആ തട്ടുകട ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നേരെ KSRTC ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. അവിടെ കുറെ പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഷൂട്ട് അടിപൊളിയായിട്ട് നടന്നു. പിന്നെ നേരെ നമ്മുടെ ഷൂട്ടിലുള്ള പെണ്ണായിട്ടുള്ള ഒരു സീക്വൻസ്, ആ സീക്വൻസിലാണ് അവരെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് കേട്ടോ. പിന്നെ ആ കുട്ടി ഗ്ലിസറിന് ഇടുന്ന ഒരു തിരക്കിലായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ ആ ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ എന്താന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഇങ്ങനൊരു സംഭവത്തിനിടയിലാണ് ആ കുട്ടിയെ ഞാൻ പരിചയപ്പെടുന്നത്. സെറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ സംസാരിച്ചിട്ടില്ല. അതിനുശേഷവും ഞങ്ങൾ ഒരുപാട് സമയം സെറ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഒരു കമ്പനിയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. മീൻസ് എനിക്ക് എൻ്റെതായ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു, കുട്ടിക്ക് അവരുടേതായ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും എനിക്കൊന്നും അടിപൊളിയായൊരു സീക്വൻസ് ആയിരുന്നു അത്. കാരണം അത് വിഷ്വൽ വരുമ്പോഴേ പറയാൻ പറ്റൂ. കാരണം എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സീരിയസ്ലി ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറമാന്. അത്യാവശ്യം പുള്ളി നല്ല രീതിയിലാണ് ക്യാച്ച് ചെയ്യുന്നുണ്ട്. കളറാ എല്ലാം ഒരു കളറായല്ല. ഇത് നമ്മുടെ മാല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ. ആ ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ എഡിറ്ററാണ്. എങ്കിലും പുള്ളി ഒരു നാണക്കേടും കൂടാതെയാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത്. അതിനൊരു അഭിനന്ദനം കൊടുക്കണം സത്യം പറഞ്ഞാൽ. സ്പോട്ട് ടപ്പിംഗ് ആയതുകൊണ്ട് തന്നെ സൗണ്ട് ചെക്ക് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ സൗണ്ട് എത്രത്തോളം ബെറ്റർ ആയിരുന്നു ആ ഒരു ക്യാരക്ടറിൽ നോക്കുകയാണത്. ഷൂട്ടിങ്ങിനിടയിലൊന്ന് പമ്പിക്കറി എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷോർട്സ് അവിടെ നിന്ന്, ഷോർട്സ് അല്ല കേട്ടോ, സീക്വൻസ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതേ പമ്പിൽ നിന്ന് തന്നെ പെട്രോൾ അടിച്ചിട്ട് പിന്നെ അവിടെയുള്ള കുറേ ഷൂട്ട് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ചെയ്തിട്ടോ. അങ്ങനെ ഞങ്ങൾ വന്ന് അവസാനം ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മേലിലെത്തി. വെറുതെ പഴയ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ഉപയോഗിച്ച സാധനങ്ങൾ അതൊക്കെ. ഇവിടെ രാജേഷ് എന്ന പേരുള്ള ആരെല്ലാം ഗൈസ്. ഞാൻ കേരളത്തിലെ ഊട്ടി കണ്ടു ഗൈസ്. കേരളത്തിലെ ഊട്ടി ഇങ്ങനെ കുന്നിൻ്റെ മേലിലൊക്കെ ആയിട്ടുള്ള വീട്. ഇത് ഈ മൊബൈലിൽ എത്രത്തോളം ബ്യൂട്ടി ഉണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഈ സീനറീസൊക്കെ ഒരു ഷൂട്ടിൻ്റെ പേരിലാണെങ്കിൽ കാണാൻ പറ്റി എന്ന് പറയുന്നതൊരു വലിയ ഭാഗ്യമാണ്. എന്ത് രസമെന്നറിയോ, ഈ മരങ്ങളൊന്നും ആടുന്നില്ല, പക്ഷെ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. എവിടെ നിന്നാന്ന് പറഞ്ഞൂടാ. ചെന്തെങ്ങിൻ്റെ വിലയാണെങ്കിൽ ആടും സത്യ. കിതർ ഹേ ജാത്താ ഹേ. ഓ ഈ വീടിൻ്റെ എൻ്റെ മോനെ ഏതാ ഇതുപോലത്തെ വീടായിരുന്നു എൻ്റെ മുമ്പ്. എന്താ മോനെ പൊളി എന്ന് പറഞ്ഞാൽ പറയാനുണ്ട. ഇപ്പോഴത്തെ ആർക്കുണ്ട് ആ വീട്? എവിടെ ഉണ്ട് ആ വീട്? അനുഭവം ഉണ്ടോ?
ചിമ്മിനിയും കത്തിച്ചിരുന്ന കാലം. കാഞ്ചനായി കണ്ണിലെ മഷിയൊക്കെ പോയി. അല്ല കണ്ണിലെ മറ്റേ എന്തോ ഒരു സാമാനം വരച്ചതൊക്കെ പോയി. തൊട്ടടുത്തൊരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു കേട്ടോ, കാണാൻ പറ്റിയ ഭയങ്കര കാഴ്ചയായിരുന്നു ഇവിടുത്തെ. എന്തായാലും നമ്മുടെ ഈ വ്ളോഗ് ഇതോടുകൂടി അവസാനിച്ചു. അടുത്ത വ്ളോഗായിട്ട് നല്ല രീതിയിൽ വരാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും സ്ലൈ.